നമുക്ക് ക്യാരറ്റ് പുഡിംഗ് ഉണ്ടാക്കിയാലോ? അതും ജലാറ്റിനും മുട്ടയും ഓവനൊന്നുമല്ലാതെ സിമ്പിളായിട്ട്. അപ്പോൾ ഒരു 3 വലിയ ക്യാരറ്റ് എടുത്തിട്ട് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ടത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർക്കണേ പഞ്ചസാരയാണ് കേട്ടോ. ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് വരെ ഇടാം. ഇനി വേണ്ടത് ഏലക്കായാണ്. ഒരു 3 ഏലക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്തിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 വിസിൽ വരുന്നവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് കാരമൽ ഉണ്ടാക്കാം. അപ്പോൾ കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് ഒരു 10 ml വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. നല്ല തിക്കായിട്ട് നല്ല ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഇതാ ഈ ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കാനെടുത്ത ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്ലാസ്സിലായാലും മതിയിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ഈ പഞ്ചസാരയുടെ ആ ഒരു സിറപ്പ് കാരമൽ എല്ലായിടത്തേക്കും ആക്കാം. ഇനി ആ വേവിച്ചിട്ടുള്ള ക്യാരറ്റ് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തണുത്തതായാലും കുഴപ്പമില്ല, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കസ്റ്റർഡ് പൗഡറാണ്. 2.5 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡറാണ് ചേർക്കണത്. കസ്റ്റർഡ് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, നമുക്കതിന് പകരം കോൺഫ്ലവർ എടുക്കാം 2 ടേബിൾ സ്പൂൺ. എന്നിട്ടത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് അരിച്ചെടുക്കുക. ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് അരിച്ചെടുത്താൽ മതി. അതാകുമ്പോൾ പാത്രം കഴുകണ്ടല്ലോ. ഇനി ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തിക്കായി വരണം. നന്നായിട്ട് ബബിൾസൊക്കെ ഇതുപോലെ വരുന്ന സമയത്ത് പക്ക ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ കാരമൽ ഒഴിച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കണം. നന്നായിട്ട് ഒരു 2.5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. 2.5 മണിക്കൂറിന് ശേഷം എല്ലാ ഭാഗത്തുനിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.